സെജോ പീറ്റർ എന്തൊരു പറയുന്നു, അദ്ദേഹം ധ്യാനം കൂടി പല ധ്യാന ടീമിൻ്റെയും കൂടി എന്നുവെച്ചാൽ അദ്ദേഹത്തോട് അവരെല്ലാവരും പറഞ്ഞു, നീ അവനോട് നിരുപാധികം ക്ഷമിക്കണം, 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 ക്ഷമിക്കണം. കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ തെറ്റുകൾ നീ ക്ഷമിച്ചാൽ നിന്റെ തെറ്റ് ഞാൻ ക്ഷമിക്കാമെന്ന്. അതുകൊണ്ട് നിന്റെ തെറ്റ് ഞാൻ ക്ഷമിക്കണമെങ്കിൽ നീ മറ്റുള്ളവൻ്റെ തെറ്റ് ക്ഷമിക്കണം എന്ന് യേശുവിൻ്റെ വാക്ക് അവനെ അലട്ടാൻ തുടങ്ങി. എന്തിനു പറയുന്നു, തൻ്റെ അമ്മയെയും തൻ്റെ അപ്പനെയും അറുങ്ങും അറവുമാടുകളെ പോലെ വെട്ടിക്കൊന്നവനോട് അവൻ ക്ഷമിക്കുന്ന മാത്രമല്ല, അവൻ അവസാനം നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അത് ഞാൻ വർണ്ണിക്കുന്നില്ല. അങ്ങനെ സെജോ പീറ്റർ അവസാനം കോടതിയിൽ നിന്ന് ഈ മനുഷ്യന് പരോൾ കൊടുക്കണമെങ്കിൽ ഈ കൊച്ചുങ്ങളോട് വന്ന് ചോദിച്ചു, ഇവനോട് ചോദിച്ചാൽ അവന് പരോൾ കൊടുക്കട്ടെ എന്ന് ചോദിച്ച് ആദ്യം അവൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവന് ഭീഷണിയാകുമെന്ന് ഓർത്ത് പിന്നീട് ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ അതിൽ ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ അവൻ പറഞ്ഞു അവന് പരോൾ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പരോൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഇവന് അവന് അന്ന് 1,00,000 രൂപ പിഴയുണ്ടായിരുന്നു, പിഴ അടച്ചില്ലേ 3 കൊല്ലം കൂടെ ശിക്ഷ നീട്ടിക്കൊടുക്കാം. അങ്ങനെ എന്തിനു പറയുന്നു, ആ കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയത്ത് അവനോട് 100% ക്ഷമിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹം പരോളിൽ ഇറങ്ങി വന്ന ഒരു ദിവസം അവനപ്പോഴത്തേക്കും വലുതായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തോൾ കൊട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പരിഭവമില്ല കേട്ടോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ മകൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പരിഭവമില്ലെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അങ്കമാലി അങ്ങാടിയിൽ നിന്ന് വെച്ച് 100 കണക്കിന് ആൾക്കാരുടെ മധ്യേ അദ്ദേഹം ജയിലിൽ നിന്ന് ഇവൻ്റെ സമ്മതത്തോടു കൂടിയാണ് അദ്ദേഹം പരോൾ ഇറങ്ങിയിട്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്ന സമയത്ത് അദ്ദേഹത്തെ അങ്കമാലി ടൗണിൽ നിന്ന് ദൂരെയൊന്നുമല്ല, അങ്കമാലി ടൗണിൽ വെച്ച് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഖത്തുമ്മ വെച്ചു. സ്വന്തം അപ്പനെയും അമ്മയെയും അറങ്ങും വെട്ടിയവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിൽ അവൻ്റെ അപ്പനെ കൊന്നവൻ, അവൻ്റെ അമ്മയെ കൊന്നവൻ ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലും ഇതുപോലെ പല സ്ഥലങ്ങളിലും സുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന ക്രിസ്ത്യാനിയായി മാറി. ഹല്ലേലൂയ. ഇതാണ് പ്രിയമുള്ളവരെ യേശുവിൻ്റെ ശക്തി എന്ന് പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ നന്മയിൽ നിന്ന് എന്ത് പ്രവർത്തിക്കും, ആ നന്മ പ്രവർത്തിക്കും. അതുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം. സോദരങ്ങളെ സദാ ആർദ്രമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. സ്നേഹിക്കൂ തമ്മിൽ ക്ഷമിക്കൂ പരസ്പരം, മറക്കൂ കടങ്ങളെ പൊറുക്കൂ മുറിവുകൾ. സ്നേഹിക്കൂ തമ്മിൽ ക്ഷമിക്കൂ പരസ്പരം.